യുദ്ധം അവസാനിപ്പിക്കാനുള്ള സകല ശ്രമങ്ങളും അമേരിക്കയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം ഇറാൻ വഴങ്ങുന്നില്ല. ഒടുവിൽ ഇറാൻ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. ആ നിർദ്ദേശം പരിഗണിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇറാൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശം തൽക്കാലം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. അമേരിക്ക ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക എന്നതാണ്. ഇറാൻ വഴങ്ങിയില്ല. ഒടുവിൽ ഇറാൻ പറഞ്ഞു, നമുക്ക് ചർച്ചയൊക്കെ പിന്നീട് ചെയ്യാം, തൽക്കാലം നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തരാം. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ആ ബ്ലോക്കേഡ് പിൻവലിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ മാറുന്നു. ഈ നിർദ്ദേശമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിൽ പോയി റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തത്. അതിന് ഒത്താശ ചെയ്തിരിക്കുകയാണ്. അതാണ് തങ്ങളുടെ നിലപാടെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ ഈ നിലപാടെടുത്തതോടെ റഷ്യയുടെ പൂർണ്ണ പിന്തുണ ഇറാൻ ഉണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, തൽക്കാലം നമുക്ക് യുദ്ധം നിർത്താം, അതിനുശേഷം നമുക്ക് ചർച്ചയാവാം. പരിപൂർണമായും ഇത് അമേരിക്കയുടെ പരാജയമാണ് എന്ന് നാറ്റോ സഖ്യരാജ്യങ്ങൾ പോലും പറയുന്നു. ജർമ്മൻ ചാൻസലർ ഇത് അടിവരയിട്ട് പറഞ്ഞു. അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇറാൻ വിജയിച്ചിരിക്കുന്നു, ഇറാനാണ് മുന്നേറ്റം, മുൻതൂക്കം, ഇറാന്റെ നിലപാടിലേക്ക് രാജ്യങ്ങൾക്ക് മാറേണ്ടി വന്നിരിക്കുന്നു എന്ന് ജർമ്മൻ ചാൻസലർ തുറന്നു പറഞ്ഞു. നാളെ ട്രംപ് എന്തായാലും ചാൻസലർ വെറുതെ വിടുമെന്ന് ആരും കരുതേണ്ടതില്ല. പച്ചത്തെറി വിളിക്കും, ജർമ്മനിയുടെ കുറെ ഭാഗം പിടിച്ചെടുക്കുമെന്നൊക്കെ അവകാശപ്പെടും. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ട്രംപും അംഗീകരിച്ചതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിച്ചേക്കും എന്ന സൂചന വീണ്ടും ശക്തമായി വരുന്നു.